നമസ്കാരം. ഇപ്പോൾ പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. ഞാനിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കണ്ടത് ഇന്നലെയാണ് സംഭവം നടന്നതെങ്കിലും എനിക്ക് ഇന്നാണ് ഒരാൾ അയച്ചു തന്നത്. ഞാൻ എപ്പോഴാണ് അത് ശ്രദ്ധിക്കുന്നത്. വോയിസ് കച്ചവടം. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരാൾക്ക് ഫോൺ ചെയ്യുന്നു. ഒരാളെ വിശ്വസിച്ച് ഞാൻ ഒരാൾക്ക് ഫോൺ ചെയ്യുന്നു. ആ ഫോൺ റെക്കോർഡ് ചെയ്യുന്നു. ആ റെക്കോർഡ് ചെയ്തതിന് ശേഷം ആ ഫോൺ ആ സംസാരിച്ച ആൾ ഏതെങ്കിലും ഒരു ഫെയിമിൽ നിൽക്കുന്ന ആളോ അല്ലെങ്കിൽ അവരെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അത് മറ്റൊരാൾക്ക് മറിച്ച് വിൽക്കുക എന്നൊരു തെണ്ടിത്തരം. തെണ്ടിത്തരം എന്ന് തന്നെ ഞാൻ അതിനെ പറയത്തുള്ളൂ. ഇപ്പം നമ്മൾ വിശ്വസിച്ച് ഒരാളോട് സംസാരിക്കുന്നു. ആ ആൾ അത് റെക്കോർഡ് ചെയ്തിട്ട് മറ്റൊരാൾക്ക് ഒരു വിഷയം ഉണ്ടാകുമ്പോൾ മറ്റൊരാൾക്ക് അത് കൊടുക്കുന്നു. കൊടുത്തതിന് ശേഷം ആ ഒരാൾ അത് യൂട്യൂബിലോ സോഷ്യൽ മീഡിയയിലോ ഇടുന്നു. എന്നുവെച്ചാൽ ആ ഫെയിമിൽ നിൽക്കുന്ന ആളുടെ ഫെയിം ഇല്ലാതാക്കാൻ 25,000 രൂപ മുതൽ മുകളിലേക്ക് ക്യാഷ് വാങ്ങിച്ച് ചെയ്യുന്ന പല ആൾക്കാരും ഇപ്പോൾ ഉണ്ട് എന്നാണ് വെളിയിൽ വരുന്ന റിപ്പോർട്ടുകൾ. ഇതിനു മുന്നേ എനിക്ക് പറയാനുള്ളത്, ആ വോയിസ് നമുക്ക് കേൾക്കാം. ആ വോയിസും അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാനും ഉണ്ട്. അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത്, ഈ വോയിസുകൾ എടുത്ത് റിയാക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. സോഷ്യൽ മീഡിയയിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ വോയിസുകൾ എടുത്ത് കൊടുത്തിട്ട് ആ വോയിസുകൾ വെച്ച് ഹരാസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് വെളിയിൽ വരുമ്പോൾ ആ വെളിയിൽ വരുന്ന വോയിസുകൾ വെച്ച് റിയാക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരെ നമുക്കൊന്നും പറയാൻ കഴിയില്ല. എന്താണെന്ന് വെച്ചാൽ വെളിയിൽ നിന്ന് വരുന്ന വോയിസുകളാണ്. ആ വോയിസുകൾ റിയാക്ട് ചെയ്യുന്നവരെടുത്തിട്ട് റിയാക്ട് ചെയ്യും. പക്ഷേ ഇപ്പം എന്നെ സംബന്ധിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ ഇൻവോൾവ് ആയ ഒരു കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് അതിൻ്റെ വോയിസുകൾ പുറത്തുവിടാനും അല്ലെങ്കിൽ സത്യാവസ്ഥ എന്താണെന്ന് ബോധിപ്പിക്കാനും എനിക്ക് ബാധ്യതയുണ്ട്. അതല്ലാതെ ഞാനും മറ്റൊരാളും കൂടി സംസാരിക്കുന്ന ഒരു വോയിസ് മറ്റൊരാൾ അല്ലെങ്കിൽ ഞാൻ എന്നൊരു വ്യക്തി ഒരു ഫെയിമിലേക്ക് നിൽക്കുമ്പോൾ അത് എന്നെ ചവിട്ടിത്താഴ്ത്താൻ വേണ്ടിയും എന്നെ ഹരാസ് ചെയ്യാനും വേണ്ടി മറ്റൊരാൾക്ക് മറിച്ചു വിൽക്കുന്ന പരിപാടി, അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് വെളിയിൽ വരുന്ന ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പോലീസ്. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ഈ റോബിന്റെ മൂവിനെ ഞാൻ തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ റോബിൻ ഒരുപാട് സൈബർ ആക്രമണം നേരിട്ട ആളാണ്. റോബിൻ ആരതിപ്പൊടി വിഷയങ്ങൾ എല്ലാം, അതുപോലെ റോബിൻ മാത്രമല്ല പലരുടെയും കാര്യങ്ങൾ ഇങ്ങനെ വോയിസ് റെക്കോർഡായിട്ട് പുള്ളിയുടെ കയ്യിൽ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതിന്റെ സത്യാവസ്ഥ അറിയില്ല. പക്ഷേ റോബിൻ കൊടുത്ത പരാതിയിൽ ഈ ആളിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് ആ വോയിസ് ഒന്ന് കേൾക്കാം. ഒരു കാരണവശാലും പറയത്തില്ല, ഇതൊരു ബിസിനസ്സാണ്. അതിൻ്റെ ഡീൽ ഒരിക്കലും പറയത്തില്ല. 15,000 രൂപ ഇന്നലെ അത് തന്നു. അതുപോലെ തന്നെ ഇതെല്ലാം ബിസിനസ്സാണ്. അത്രേ ഉള്ളൂ, ദാറ്റ്സ് ഓൾ. ആരുടെ സാധനമാണ് 26,000? ഇതിപ്പോൾ റോബിനെ പൊട്ടിക്കണോ? പൊടിയുടെ കേസ് പൊട്ടിക്കണോ? നിങ്ങൾ എമൗണ്ട് ഇത് പ്ലേ ചെയ്യി, നമ്മളെ ഇറക്കി അങ്ങോട്ട് വിടും. നാളെ അവൻ്റെ എന്തുവാന്നേ സാധനം തീരും. അത്രേ ഉള്ളൂ. നേരെ വാ നേരെ പോകും. നാളെ അവൻ്റെ ഫെയിം തീരുന്ന രീതിയിലുള്ള സാധനം അങ്ങോട്ട് ഇറക്കി വിടും. ഈ വോയിസ് കേട്ടപ്പോൾ മനസ്സിലായി കാണും, ഇതൊരു ബിസിനസ്സാണ്, ഇതൊരു ഡീലാണ്. ഇത് വെളിയിൽ പുറത്തേക്ക് ആരോടും പറയത്തില്ല. അപ്പോൾ നമുക്ക് ഒരാളുടെ ഫേവറേറ്റ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ വേണോ, ആരതിപ്പൊടിയുടെ വേണോ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വേണോ, ഇത്രമാത്രം വോയിസ് റെക്കോർഡുകൾ എൻ്റെ കയ്യിലുണ്ട്. ഞാനത് മറിച്ച് ഇന്ന ആൾക്കാർക്ക് കൊടുക്കാറുമുണ്ട്. 15,000 മുതൽ മുകളിലേക്ക് പൈസ വാങ്ങിക്കാറുമുണ്ട്. അത് 25,000 മേളിലേക്കാകാം എന്നൊക്കെയാണ് പറയുന്നത്. ഈ വിജിരാജ് എന്ന് പറയുന്ന ഒരു യൂട്യൂബറാണ്. പുള്ളിയെ പോലീസ് അറസ്റ്റ് ചെയ്തു, ഇപ്പോൾ വിട്ടയച്ചു എന്നാണ് കേൾക്കുന്നത്. എന്താണെന്ന് പറഞ്ഞാലും വിജിരാജിന്റെ ഈ വോയിസ് വിജിരാജിൻ്റെതാണെന്നാണ് ഇപ്പം മിക്ക യൂട്യൂബിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, സോഷ്യൽ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വിജിരാജിനോട് പറയാനുള്ളത്, ഇത് കാണിക്കുന്നത് തെണ്ടിത്തരം തന്നെയാണ്. നമ്മളെ വിശ്വസിച്ച് ഒരാൾ സംസാരിക്കുന്നു എന്നുണ്ടെങ്കിൽ ചിലപ്പം വിജിരാജിന് അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർക്ക് ഇതുപോലെ ഒരുപാട് പേര് കാണും. സെലിബ്രിറ്റീസുമായിട്ടും ഒക്കെ ബന്ധങ്ങളുള്ള ആൾക്കാർ കൂടുതൽ കാണും. അവർ നമ്മളെ വിശ്വസിച്ച് ഒരു കാര്യം പറയുമ്പോൾ ഒരു സമയത്ത് അത് അവർക്കെതിരായിട്ട് എടുത്ത് പ്രയോഗിക്കാൻ ഉപയോഗിക്കുന്ന ആൾക്കാരെ ഏത് രീതിയിൽ സമൂഹം കാണണമെന്ന് സമൂഹത്തിലുള്ള ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരും പ്രേക്ഷകരും എല്ലാം വിലയിരുത്തേണ്ട കാര്യങ്ങളാണ്. എന്നുവെച്ചാൽ വിശ്വസിച്ച് ആരോടും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ. ഇപ്പം എനിക്ക് വൈരാഗ്യമുള്ള അല്ലെങ്കിൽ എനിക്ക് ദേഷ്യമുള്ള ഒരാൾക്കെതിരെ ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് പുള്ളി വിജിരാജിനെ പോലുള്ള ആൾക്കാരായിക്കോട്ടെ എന്നെ വിളിച്ച് പറയുകയാണ്, എൻ്റെ അടുത്ത് ഇന്ന ആളുടെ പണ്ടത്തെ ഒരു വോയിസ് ഉണ്ട്, ഞാൻ തരാം, എനിക്കൊരു 25,000 രൂപ തന്നാൽ മതി എന്ന് പറഞ്ഞ്. അതൊക്കെ ഒരു ഡീല്, ഒരു കച്ചവടമാണ് ഇതൊക്കെ. ഈ കച്ചവടത്തിനോട് ഒരിക്കലും യോജിക്കുന്നില്ല. തീർച്ചയായിട്ടും യോജിക്കാൻ കഴിയില്ല. വിശ്വാസവഞ്ചന എന്ന് പറയും. അതുപോലെ ഇതൊരു ബിസിനസ് ആക്കുവാണെന്ന് പറഞ്ഞാൽ, ഇത് പല ബിസിനസ്സുകളെയും പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ വോയിസ് കച്ചവട ബിസിനസ്, അത് ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് ഈ കേൾക്കുന്നത്. ഇത് കാണിച്ചത്, ഇത് അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. എന്തോന്ന്, അത് പലരുടെയും കയ്യിൽ ഇനി വോയിസുകൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പലരുടെയും പേരുകളൊക്കെ പറയുന്നുണ്ട്. അതൊന്നും നമുക്കറിയില്ല. സത്യാവസ്ഥ അറിയാതെ നമ്മൾ പ്രതികരിക്കുന്നതും ശരിയല്ല. പക്ഷേ
വിജിരാജിനെ ഈ ഒരു ലെവലിലാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഇൻസ്റ്റാ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. നെക്സ്റ്റ് ആരാണെന്നുള്ളതും പുള്ളി കാണിക്കുന്നില്ല. നെക്സ്റ്റ് എന്ന് പറഞ്ഞ് ഇട്ടിട്ടുണ്ട്. ഇനിയും ആൾക്കാരുണ്ടാകാം എന്നായിരിക്കാം. അതിനുശേഷം വിജിരാജിന്റെ യൂട്യൂബിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. അതിൽ പറയുന്നത്, എന്നെ തൂക്കിക്കൊല്ലരുതേ, അരുതേ അരുതേ, സാധാരണ ഒരു പെറ്റി കേസ്, അതിനാണ് ഇത്ര ആഘോഷം. മദ്യപിച്ച് വണ്ടി ഓടിച്ചാലും ഹെൽമറ്റ് ഇല്ലാതെ പിടിച്ചാലും പെറ്റി കേസാണ്, അല്ലാതെ അറസ്റ്റ് തൂക്കിക്കൊല്ലാൻ പോകുന്നു എന്നൊന്നുമല്ല. മണ്ടൻ രായാവിൻ്റെ മണ്ടൻ പ്രജകളും ആഘോഷമാക്കുകയാണ് അറസ്റ്റ് കമ്മിങ് സൂൺ. പൊട്ടനാണോടെ നീയൊക്കെ മണ്ടന്മാരെ. പിന്നെ രായാവിനെ പോലീസ് സ്റ്റേഷനിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, ചിരിച്ച് ചത്തു. ഇപ്പം വിജിരാജ് പറയുന്നത് ഇതൊരു ചെറിയൊരു പെറ്റി കേസാണ്. ഇതിനു വേണ്ടിയാണ് റോബിൻ ഫാൻസിനാന്ന് തോന്നുന്നു ഇത് പറയുന്നത്. റോബിൻ ഫാൻസുകാർക്ക് ഭയങ്കര ആഘോഷമാണ് എന്നെ അറസ്റ്റ് ചെയ്തെന്ന് വേണ്ട. പക്ഷേ വിജിരാജിനെ വിട്ടയച്ചു എന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞു. പക്ഷേ വിജിരാജ് ഇതിൽ പറയുന്നത് പിന്നെയും ഇതൊരു പെറ്റി കേസാണ് എന്നാണ്. ശരിയായിരിക്കാം, ഇത് ചിലപ്പം ഒരു പെറ്റി കേസായിരിക്കാം. പക്ഷേ വിജിരാജിനെ പോലുള്ള ഒരുപാട് പേര് ഇപ്പോഴും സമൂഹത്തിലുണ്ട്. വിശ്വസിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റീസുമായിട്ട് ബന്ധമുള്ളവർ, അത് പല കാര്യങ്ങൾ, ചിലപ്പോൾ വിശ്വാസം, ഇപ്പോൾ ഒരാളുടെ വിശ്വാസം നേടിയെടുക്കാൻ പലരും ശ്രമിക്കാറുണ്ട്. ചിലപ്പോൾ ചിലരെ വിശ്വാസത്തിൽ എടുക്കാറുമുണ്ട്. അങ്ങനെ വിശ്വാസത്തിൽ എടുത്തിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം സംസാരിക്കാറുണ്ട്. ആ സംസാരിക്കുന്ന വോയിസ് ക്ലിപ്പുകൾ കച്ചവടമാക്കുന്നത് അത് തെണ്ടിത്തരം തന്നെയാണ്. ഇപ്പം എന്നെ വിശ്വസിച്ച് എൻ്റെ അടുത്ത് പറയുന്ന പല ആൾക്കാരുണ്ട് പല കാര്യങ്ങളും. ഞാനത് റെക്കോർഡ് ചെയ്തിട്ട് ഒരു സമയത്ത് അവർക്കെതിരെ ഞാൻ തന്നെ അത് പ്രയോഗിക്കുകയാണെങ്കിൽ, എന്നെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ ഓക്കെ, എന്നെ സംബന്ധിക്കാത്ത കാര്യങ്ങളിൽ ഞാനത് കച്ചവടം നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരിക്കലും അംഗീകരിച്ച് കൊടുക്കാൻ നമുക്ക് ആർക്കും കഴിയില്ല. ഇനിയിപ്പോൾ ഈ വിജിരാജിനെ പോലുള്ളവരെ വിശ്വസിച്ച് ആരെ എങ്ങനെ ഫോൺ ചെയ്യും, അല്ലെങ്കിൽ ഒരു കാര്യം എങ്ങനെ പറയും? അപ്പം വിജിരാജ് എക്സ്പോസ് ആയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. വിജിരാജിനെ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. നമുക്ക് റിയാക്ട് ചെയ്യാം, വീഡിയോസ് റിയാക്ട് ചെയ്യുന്ന ആൾക്കാരാണ്, ഞാനും റിയാക്ട് ചെയ്യാറുണ്ട്. അങ്ങനെ പലരും റിയാക്ട് ചെയ്യുന്നുണ്ട്, വീഡിയോസ് റിയാക്ട് ചെയ്യാറുണ്ട്. ഒരാളുടെ നെഗറ്റീവ് ഓർ പോസിറ്റീവ് എന്തോ ആയിക്കോട്ടെ, അതിൻ്റെ അഭിപ്രായങ്ങൾ പറയാറുണ്ട്. അതൊന്നും തെറ്റല്ല. പക്ഷേ വിശ്വാസവഞ്ചന എന്ന് പറയുന്നത്, എന്നെ വിശ്വസിച്ച ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ അതെടുത്തിട്ട് സോഷ്യൽ മീഡിയയിലിട്ട് അലക്കാൻ കാശ് വാങ്ങിക്കുക, അതൊരു കച്ചവടമാക്കുക, ഇതൊക്കെ വെറും തെറ്റായ കാര്യങ്ങൾ മാത്രമാണ്. ഒരിക്കലും വിജിരാജിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല. എനിക്ക് തോന്നുന്നു ഒരു യൂട്യൂബേഴ്സും അതിനെ യോജിക്കാൻ സാധ്യത കുറവാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ വോയിസുകൾ പുറത്തു വരുമ്പോൾ അത് റിയാക്ട് ചെയ്യും. അത് റിയാക്ട് ചെയ്തേ പറ്റൂ. ഞാൻ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഒരാളുടെ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് വന്നിരുന്നു, നിങ്ങൾ ഇന്ന ആളെ പറ്റി വോയിസ് വെളിയിൽ വന്നപ്പോൾ നിങ്ങളും എടുത്തിട്ട് വോയിസ് ചെയ്തതല്ലേ എന്നുള്ളത്. ശരിയാണ്, വോയിസ് വെളിയിൽ വരുമ്പോൾ ആ വോയിസ് എടുത്ത് റിയാക്ട് ചെയ്യും. അത് തീർച്ചയായിട്ടും എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. റിയാക്ട് ചെയ്യരുതെന്നൊന്നും ആരും പറയുന്നില്ല. പക്ഷേ ഈ വോയിസ് വരുന്ന സോഴ്സാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. അല്ലെങ്കിൽ അതിനകത്ത് ആരെക്കുറിച്ചാണ് പറയുന്നത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്നെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ അതിനകത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിൻ്റെ വോയിസിൻ്റെ ബാലൻസ് വിടുന്നതുകൊണ്ട് എന്ത് തെറ്റെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ എനിക്ക് തെളിയിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ അടുത്തുള്ള വോയിസ് വെളി വിടും. അത് ഞാൻ വിടുന്നതാണ്. പക്ഷേ അതൊരു കച്ചവടമാക്കുന്നത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഇതിൽ മുന്നോട്ട് അന്വേഷണങ്ങൾ ഉണ്ടാകും, ഇനി അറസ്റ്റുകൾ ഉണ്ടാകും എന്നൊക്കെ അറിയാൻ കഴിയുന്നുണ്ട്. നോക്കാം നമുക്ക് മുന്നോട്ട് എങ്ങനെയാണെന്നുള്ളത്. പക്ഷേ ഇത് ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. ഒരാൾ വോയിസ് എടുക്കുക, അല്ലെങ്കിൽ ഒരാളുമായിട്ട് സംസാരിക്കുക, ആ വോയിസ് കൈക്കലാക്കുക, എന്നിട്ട് അത് മറിച്ച് വിറ്റ് കാശുണ്ടാക്കുക.